السلام عليكم ورحمة الله. نحن درسنا من قبل ذات النطاقين وكذلك نحن درسنا من قبل جائزة النوبل. هنا نحن درسنا عن جفود المرأة. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ദാത്തിൻ്റെ ത്വാക്കൈൻ എന്ന പാഠം പഠിച്ചു. അതുപോലെ ജായിസത്ത് നോബൽ എന്ന ഭാഗം പഠിച്ചു. അവിടെയൊക്കെ നമ്മൾ പഠിച്ചത് സ്ത്രീകളുടെ പരിശ്രമത്തെ കുറിച്ചിട്ടാണ്. അല്ലാ നഹ്നു നതഅല്ലമു അന്നശീദ ജദീദ ഇൻവാൻ ഫതാത്തുൽ അസ്ർ. ഇന്ന് നമ്മൾ പഠിക്കുന്നത് പുതിയൊരു പദ്യമാണ്. അതിൻ്റെ ഹെഡിങ് ഫതാത്തുൽ അസ്ർ എന്നാണ്. ഫതാത്തുൽ അസ്ർ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഫതാത്തുൻ എന്ന് പറഞ്ഞാൽ യുവതി എന്നാണ് അർത്ഥം. അസ്ർ എന്ന് പറഞ്ഞാൽ കാലഘട്ടം എന്നാണ് അർത്ഥം. അപ്പോൾ കാലഘട്ടത്തിലെ യുവതി എന്നാണ് ഈ പദ്യത്തിലെ അർത്ഥം. അപ്പോൾ ഇവിടെയും പഠിക്കുന്നത് സ്ത്രീകളുടെ പ്രാധാന്യത്തെക്കുറിച്ചിട്ടാണ്. സ്ത്രീകൾക്കും പുരുഷന്മാരെ പോലെ സമൂഹത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയും. പക്ഷെ അവരെ ആ രീതിയിൽ വളർത്തിയെടുക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ വിദ്യാലയമാണ് എന്നൊക്കെ നമ്മൾ ചില പാഠങ്ങളിൽ പഠിച്ചിട്ടുണ്ടാവാം. അൽ ഉമ്മു മദ്രസത്തുൻ ഇദാ അഅത്തഹ അഅത്ത ശഅബൻ ത്വയ്യിബൽ അവറാഖി എന്നൊരു കവി പാടിയിട്ടുണ്ട്. ആദ്യത്തെ വിദ്യാലയമാണ് ഉമ്മ എന്ന് പറഞ്ഞാൽ എന്നവിടെ കവി പറയുന്നുണ്ട്. അപ്പോൾ അവരെ ആ രീതിയിൽ വിദ്യാഭ്യാസം കൊടുത്ത് വളർത്തണമെന്നാണ് ഇവിടെ നമ്മുടെ കവി മുഹമ്മദ് ദുബൽ എന്ന കവി ഇവിടെ ആവശ്യപ്പെടുന്നതാണ്. നമുക്ക് ഈ പാഠത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായിട്ട് പദ്യം നല്ല രീതിയിലൊന്ന് ചൊല്ലി നോക്കാം. നമ്മുടെ സ്കൂളിലെ തന്നെ ഒരു വിദ്യാർത്ഥിനി പാടിയ പദ്യമാണ്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. ഫതാത്തുൽ അസ്ർ. ഫതാത്തുൽ അസ്രി ഹയ്യുഹാ വലില്ലല്യാ അഇദ്ദുഹാ വസൂനു മിൻ അമാനതിഹാ വബിൽഅഖ്ലാഖി റബ്ബുഹാ വദൻ ഉമ്മുൽ അത്ഫാലിൻ വറബ്ബത്തു ദാരി റായിഹാ തസൂനുൽ അഹ്ദ ലിസ്സൗജി വതുഅലി മിൻ മആനിഹി وتحفظ من كرامتها بشرع الله في الغيب لأجل الله ثم الإر لتعبى خصولة العيب تحية ماجدا يرعى لبنت البيت معناها ويؤلي من مكانتها ويدعو الله يرعاها فتاة العصر حيوها وللعليا عدوها وصونوا من أمانتها وبالأخلاق ربوها غدا أم الأطفال وربة دار راعيها تصون الأهد للزوج وتعلي من معانيه وتحفظ من كرامتها بشرع الله في الغيب لأجل الله ثم الإر لتعبى خسولة العيب تحية ماجدا يرعى لبنت البيت معناها ويعلي من مكانتها ويدعو الله يرعاها. നിങ്ങൾ പദ്യം കേട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. നമുക്കിനി പാഠത്തിലേക്ക് പ്രവേശിക്കാം. ഇവിടെ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഫതാത്തുൽ അസ്ർ എന്ന് പറഞ്ഞാൽ കാലഘട്ടത്തിലെ യുവതി എന്നാണ് അർത്ഥം. ഫതാത്തുൽ അസ്രി ഹയ്യൂഹ അവളെ വളർത്തുക. കാലഘട്ടത്തിലെ വനിതയെ എന്ന് പറഞ്ഞാൽ സ്ത്രീയെ വളർത്തുക. വലിൽ അല്യ അഇദ്ദൂഹ ഔന്നിത്യത്തിന് വേണ്ടിയിട്ട്, ഉയർച്ചയിലെത്താൻ വേണ്ടിയിട്ട്. അല്യ എന്ന് പറഞ്ഞാൽ അഇദ്ദൂഹ അവളെ തയ്യാറാക്കുക. നല്ല ഉയരത്തിലെത്താൻ വേണ്ടിയിട്ട് ആവശ്യമായ വിദ്യാഭ്യാസമൊക്കെ അവൾക്ക് കൊടുക്കുക എന്നാണ് കവി ഇവിടെ പറയുന്നത്. വസൂനു അവരെ സംരക്ഷിക്കുക.
മിൻ അമാനത്തിഹ. അമാനത്ത് എന്ന് പറഞ്ഞാൽ വിശ്വസ്തത എന്നാണ് അർത്ഥം. അപ്പോൾ വിശ്വസ്തതയോട് കൂടിയിട്ട് അവളെ സംരക്ഷിക്കണം. വബിൽ അഖ്ലാഖ്. അഖ്ലാഖിൻ്റെ അർത്ഥം നിങ്ങൾക്ക് അറിയാം, സ്വഭാവം എന്നാണ് അർത്ഥം. നല്ല സ്വഭാവത്തോട് കൂടിയിട്ട് റബ്ബൂഹ അവളെ വളർത്തുക. നല്ല സ്വഭാവം കൊടുത്തുകൊണ്ട് നല്ല രീതിയിൽ സ്ത്രീകളെ വളർത്തുക എന്നാണ് കവി ഇവിടെ പറയുന്നത്. കാരണം എന്താണ് ഇങ്ങനെ പറയാൻ കാരണം എന്താണ്? ഖദൻ നാളെ ഉമ്മുൻ അവർ ഉമ്മയാണ്, ലിൽ അത്തുഫാൽ കുട്ടികളുടെ ഉമ്മയായിട്ട് മാറേണ്ടവരാണ് ഈ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അവർ നല്ല സ്വഭാവത്തോടു കൂടി വളർന്നാൽ മാത്രമേ അവർ കുട്ടികളെയും ആ രീതിയിൽ സ്നേഹം കൊടുത്ത് നല്ല രീതിയിൽ വളർത്തുകയുള്ളൂ എന്നാണ്. അതൊരു മനഃശാസ്ത്രമാണ്. അപ്പോൾ ഖദൻ നാളെ ഉമ്മുൻ ലിൽ അത്ഫാൽ കുട്ടികളുടെ മാതാവ് ആവേണ്ടവളാണ് സ്ത്രീ എന്ന് പറഞ്ഞാൽ. റബ്ബത്തുൻ അധികാരിയായിട്ട് മാറേണ്ടവരാണ് അവർ. ആരുടെ അധികാരി? ദാറുൻ വീട്ടിൻ്റെ, ആ വീട്ടിൻ്റെ തന്നെ അധികാരിയാണ്. റായിഹ രക്ഷിതാവ് എന്നാണ്. രക്ഷിതാവ് ആവേണ്ടവളാണ് ആ കുട്ടികളുടെ, ആ വീടിനെ ഭരിക്കേണ്ടവളാണ്, ആ കുട്ടികളുടെ രക്ഷിതാവ് ആവേണ്ടവളാണ്. അതുകൊണ്ട് അവരെ നല്ല സ്വഭാവം കൊടുത്തുകൊണ്ട് വളർത്തുക എന്നാണ് പറഞ്ഞത്. തസൂനു അവൾ സംരക്ഷിക്കും, അൽ അഹ്ദ കരാറിനെ, ലിസൗജി ഭർത്താവുമായിട്ടുള്ള കരാറിനെ അവൾ സൂക്ഷിക്കും അല്ലേ. വത്തുഇലി അവൾ ഉയർത്തിപ്പിടിക്കും, മിൻ മആനിഹി മആനിഹി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പ്രാധാന്യത്തെ, എൻ്റെ ഭർത്താവിൻ്റെ പ്രാധാന്യത്തെ അവൾ ഉയർത്തിപ്പിടിക്കുകയും ചെയ്യും. വത്തഹ്ഫലു അവൾ സൂക്ഷിക്കുമെന്ന് തന്നെയാണ് അർത്ഥം അല്ലേ. ഹഫില മിൻ കറാമത്തിഹ അവളുടെ പവിത്രത അവൾ കാത്തു സൂക്ഷിക്കുകയും ചെയ്യും. ബിശ്ശർഇല്ലാഹി അള്ളാഹുവിൻ്റെ നിയമം കൊണ്ട്. അള്ളാഹുവിൻ്റെ ഒരു നിയമമുണ്ട്, ശരീഅത്ത് അല്ലേ, ശരീഅത്തുണ്ട് ഇവിടെ. ആ ശരീഅത്ത് കൊണ്ട് അവൾ അവളുടെ പവിത്രത കാത്തു സൂക്ഷിക്കും. ഫിൽ ഗൈബ് എന്ന് പറഞ്ഞാൽ മറന്നാൽ. ആര് മറന്നാൽ? ഭർത്താവ് മറന്നാൽ. ഭർത്താവില്ലാത്ത സമയത്ത്. ഭർത്താവ് ഒരുപക്ഷെ ജോലി ആവശ്യാർത്ഥം വിദേശത്തൊക്കെ പോയിട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും വരുന്നുണ്ടാവുക. ആ സമയത്ത് പോലും, ഭർത്താവില്ലാത്ത സമയത്ത് പോലും അള്ളാഹുവിൻ്റെ നിയമത്തിന് വേണ്ടി അവളുടെ പവിത്രത കാത്തു സൂക്ഷിക്കും. ലി അജ്ലില്ലാഹി അള്ളാഹുവിന് വേണ്ടിയിട്ടാണ് അവൾ അങ്ങനെ പവിത്രത കാത്തു സൂക്ഷിക്കുന്നത്. സുമ്മ പിന്നീട് അൽ ഇർള് അവളുടെ അഭിമാനത്തിന് വേണ്ടിയിട്ടാണ്. സ്ത്രീ അവളുടെ അഭിമാനം കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്തിന്? എപ്പോൾ ഭർത്താവ് ഇല്ലാത്ത സമയത്ത് പോലും, ഭർത്താവിൻ്റെ സാമീപ്യം ഇല്ലാത്ത സമയത്ത് പോലും അവർ എന്ത് ചെയ്യും? അള്ളാഹുവിൻ്റെ ശരീഅത്തിന് വേണ്ടിയിട്ട്, അള്ളാഹുവിൻ്റെ നിയമത്തിന് വേണ്ടിയിട്ട്, അതുപോലെ അവരുടെ അഭിമാനം കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അവരുടെ പവിത്രത അവർ സൂക്ഷിക്കും. തഅബ അവൾ ഒഴിവാക്കും, അവൾ ഒഴിവാക്കുകയും ചെയ്യും. ഹസ്ലത്തൽ ഐബി മോശമായ സ്വഭാവമൊക്കെ അവൾ ഒഴിവാക്കുകയും ചെയ്യുന്നതാണ്. തഹിയ്യത്തുൻ അഭിവാദ്യം. മാജിദ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ പേരുകളിൽപ്പെട്ടൊരു പേരാണ്. ഇസ്മാഉൽ ഹുസ്നയിലുണ്ട് മാജിദ് അല്ലേ. അപ്പോൾ അള്ളാഹുവിൻ്റെ അഭിവാദ്യം. സംരക്ഷിക്കുന്നവർക്ക്. ആരെ സംരക്ഷിക്കുന്നത്? ലിബിന്തിൽ ബൈത്തി വീട്ടിലെ സ്ത്രീകളെ, വീട്ടിലെ പെൺകുട്ടിയെ സംരക്ഷിക്കുന്നവന് അള്ളാഹുവിൻ്റെ അഭിവാദ്യം. മഇനാഹ എല്ലാ അർത്ഥത്തിലും അല്ലേ. അവർ സ്ത്രീകളെ സംരക്ഷിക്കുന്ന ആൾക്ക് അള്ളാഹുവിൻ്റെ അഭിവാദ്യം. ഉയർത്തിപ്പിടിക്കുന്നവൻ. മിൻ മക്കാനത്തുൻ സ്ഥാനം, സ്ത്രീകളുടെ സ്ഥാനം ഉയർത്തിപ്പിടിക്കുന്നവനിക്കും അള്ളാഹുവിൻ്റെ അഭിവാദ്യം. വയദ്ഉ അവർ ദുആ ചെയ്യും, അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നവർ. യർആഹ സ്ത്രീകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹുവിനോട് എപ്പോഴും ദുആ ചെയ്യുന്നവനിക്കും അള്ളാഹുവിൻ്റെ അഭിവാദ്യം എന്നാണ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ ഈ പദ്യം നിങ്ങൾ ഇതിൻ്റെ ആശയമൊക്കെ മനസ്സിലാക്കി. അപ്പോൾ ഇവിടെ ഒരു സ്ത്രീയെ വളർത്താനുള്ള നല്ല രൂപത്തിൽ നല്ല സ്വഭാവത്തോടുകൂടി ഒരു സ്ത്രീയെ വളർത്തണം എന്ന വലിയൊരു സന്ദേശമാണ് കവി ഇവിടെ നമുക്ക് തരുന്നത്.
നിങ്ങൾ പദ്യം നല്ല രീതിയിലൊന്ന് ചൊല്ലി നോക്കണം. പല രീതിയിൽ ഈ പദ്യം നമുക്ക് ചൊല്ലാം. ആ രീതിയിലൊക്കെ നിങ്ങൾ ഈ പദ്യം ചൊല്ലി നോക്കണം. ഇത് താഴെയുള്ള പ്രവർത്തനം നമുക്ക് നോക്കാം. നുറാജി ഓ അൽ മല്ലൂമ, നമുക്ക് പാഠത്തിലേക്ക് തന്നെ തിരിച്ചു പോകാം. വനഖ്താറു, നമുക്ക് തിരഞ്ഞെടുക്കാം. മിൻഹു, അതിൽ നിന്നും അൽഫാദൻ, ലഫ്ലുകൾ തിരഞ്ഞെടുക്കാം. തന്തഹി, അവസാനിക്കുന്നത്. ബിത്താഇൽ മർബൂത്ത, താഉൽ മർബൂത്ത കൊണ്ട് അവസാനിക്കുന്ന ലഫ്ലുകൾ നമുക്ക് തിരഞ്ഞെടുക്കാം എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ മിസ്ല, ഉദാഹരണം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫത്താത്തുൻ, ഇവിടെ കണ്ടില്ല, ഫത്താത്തുൻ, ഈ താ കണ്ടില്ല, ഈ തായാണ് എന്ത് പറയുന്നത്? താഉൽ മർബൂത്ത എന്ന് പറയുന്നത്. ഇനി ഇവിടെ രണ്ട് തരം താഗാണുള്ളത്. ഒന്ന് ഈ ഇപ്പോൾ നമ്മളിവിടെ സൂചിപ്പിച്ച താഉൽ മർബൂത്തയാണ്. അടുത്ത താഗ് ഇങ്ങനെ എഴുതുന്ന താഗാണ്. ഈ തായെ താഉൽ മബ്സൂത്ത എന്നാണ് പറയുക. താഉൽ മബ്സൂത്ത. ഇവിടെ ഉള്ളത് താഉൽ മർബൂത്ത. അപ്പൊ ഈ താഉൽ മർബൂത്ത കൊണ്ട് അവസാനിക്കുന്ന വാക്കുകളാണ് നമ്മൾ പദ്യത്തിൽ നിന്നും കണ്ടുപിടിക്കേണ്ടത്. ഒരു ഉദാഹരണം ഇവിടെ ഫത്താത്തുൻ എന്ന് കൊടുത്തിട്ടുണ്ട്. ബാക്കി നിങ്ങൾ കണ്ടെത്തണം. ഇവിടെയുള്ള അമാനത്തുൻ, ഇത് താഉൽ മർബൂത്ത് കൊണ്ട് അവസാനിക്കുന്നതാണ്. ഇവിടെ ഞാൻ പറയാൻ കാരണം ഒരിക്കൽ കൂടി ശ്രദ്ധിക്കുക. ഇവിടെ അവസാനം ഹാ എന്നാണ് കാണുക. ഇതല്ല നമ്മൾ നോക്കേണ്ടത്. അമാനത്തുൻ, ഈ ഹാ ഒഴിവാക്കിയാൽ പിന്നെ ഇവിടെ വരുന്നത് എന്താണ്? അമാനത്തുൻ എന്നാണ്. ഈ ഹാ എന്ന് പറഞ്ഞാൽ അവളുടെ എന്നാണ് അർത്ഥം. ലൊമീറാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ലൊമീർ, ഹുവ, ഹുമ, ഹും എന്നൊക്കെ പറഞ്ഞല്ലോ. ആ രീതിയിൽ വരുന്ന ഒരു ലൊമീറാണ് ഹ. അപ്പോൾ ഇവിടെ ഹ ഒഴിവാക്കിയാൽ പിന്നെ വരുന്നത് എന്താണ്? അമാനത്തുൻ, ഈ തായാണ് വരുന്നത്. താഉൽ മർബൂത്തയാണ് ഇവിടെ വരിക. അപ്പോൾ ഇവിടെ നമുക്ക് ഈ അമാനത്തുൻ എന്നതും നമുക്കിവിടെ എടുത്ത് എഴുതാവുന്നതാണ്. അതുപോലെ ഇനിയും അതുപോലെ താഗ് നിങ്ങൾക്ക് ഇവിടെ കാണുവാൻ സാധിക്കും. നിങ്ങളൊന്ന് കണ്ടുപിടിക്കണം. ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. അടുത്ത ചോദ്യം, നുലാഹിലു മആനി, ഈ താഴെ കൊടുത്തിരിക്കുന്ന അർത്ഥങ്ങൾ നോക്കാനാണ് പറഞ്ഞത്. അൽ മല്ലൂമി, പദ്യത്തിലെ അർത്ഥങ്ങളാണ് താഴെ കൊടുത്തത്. വ നുറത്തിബുഹ, നമുക്കത് തർത്തീബാക്കണം, ശരിയായ രീതിയിൽ ക്രമീകരിക്കണം. ഹസ്ബസുത്തൂറി, വരിക്കനുസരിച്ച്, പദ്യത്തിലെ വരിക്ക് യോജിച്ചതാണോ? ഒന്നാമത്തെ പദ്യത്തിൻ്റെ വരിയുടെ യോജിച്ച അർത്ഥം ഏതാണ് ഇവിടെ? അതാണ് നിങ്ങൾ കണ്ടെത്തേണ്ടത്. അപ്പോൾ പദ്യത്തിലെ അർത്ഥം ഞാൻ ഓരോ വരിയുടേതായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അത് ഒരിക്കൽ കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. അതിനുശേഷം ഈ വരിയുടെ അർത്ഥം കൂടി നമ്മൾ പഠിക്കണം. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഇത് ശരിയായ രീതിയിൽ ക്രമീകരിക്കുവാൻ സാധിക്കുന്നതാണ്. ഇവിടെ പദ്യത്തിലെ ഏത് വരിയാണ്, ആ വരിയുടെ നമ്പർ ഇവിടെ ഇട്ട് കൊടുത്താൽ മതി. ഇതിപ്പോൾ ഒന്നാമത്താണെങ്കിൽ ഇവിടെ 1 നേടുക. ഇത് 2 ആണെങ്കിൽ ഇവിടെ 2 നേടുക. ഇത് 2 അല്ല, നിങ്ങളത് കണ്ടെത്തണം. മനസ്സിലായില്ല? അപ്പോൾ അർത്ഥം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അൽ ബിന്തു സ്വാലിഹത്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം. സ്വാലിഹത്ത്, സ്വാലിഹായ പെൺകുട്ടി. തഹാഫു, ഭയപ്പെടുന്നു. അഹ്കാമു ശരീഅത്തി, ശരീഅത്തിന്റെ വിധികൾ, അല്ലാഹുവിന്റെ വിധികൾ അവർ ഭയപ്പെടുന്നു. വതുഹിബ്ബു സൗജഹ ഹുബ്ബൻ ശദീദൻ, അവൾ അവളുടെ ഭർത്താവിനെ നല്ല രീതിയിൽ ശക്തമായിട്ട് സ്നേഹിക്കുകയും ചെയ്യുന്നു. ഈ അർത്ഥം വരുന്ന പദ്യത്തിലെ വരി ഏതാണ് എന്നാണ് നിങ്ങൾ കണ്ടെത്തേണ്ടത്. രണ്ടാമത്തെ വരി, റബ്ബുൽ ബനാത്തി അലൽ അഖ്ലാഖിൽ ഹസന, നല്ല സ്വഭാവത്തോട് കൂടിയിട്ട് പെൺകുട്ടികളെ വളർത്തു. വദാലിക ത്വരീഖുൻ നജാഹി വൽ ഉലുവി, അത് വിജയത്തിന്റെ വഴിയാണ്. വൽ ഉലുവി, ഉന്നതിയുടെ വഴിയാണ്. അതാണ് നിങ്ങൾ ഇതിന്റെ വരിയാണ് നിങ്ങൾ കണ്ടെത്തുന്നത്. ഹനീ അൻ, സ്വാഗതം. ലി കുല്ലി റജുലിൻ യുറബ്ബിൽ ബനാത്തി അല സഖാഫ, സഖാഫത്ത് എന്ന് പറയുന്നത് സംസ്കാരം, നല്ല സംസ്കാരത്തോട് കൂടിയിട്ട് പെൺകുട്ടികളെ വളർത്തുന്ന പുരുഷന്, എല്ലാ പുരുഷന്മാർക്കും സ്വാഗതം. അൽ ബിന്തു സ്വാലിഹത്തു തഅരിഫു ഹുഖൂഖിഹ, നല്ല പെൺകുട്ടി അറിയുന്നു, അവളുടെ അവകാശത്തെ കുറിച്ച് അറിയുന്നു. ലിസൗജി വതഅലമു ഫളല അഹ്ദി അല്ലാഹി അല്ലദി ബൈനഹുമ, അതുപോലെ അവൾക്ക് അറിയാം എന്ത്, അവർ ഭർത്താവും അവളും തമ്മിലുള്ള കരാറിന്റെ ശ്രേഷ്ഠത അവർക്കറിയാം. അപ്പോൾ ഈ ആശയം വരുന്ന വരി ഏതാണ്? അതാണ് നിങ്ങൾ കണ്ടത്. അല്ലിമുൽ ബനാത്തി, പെൺകുട്ടികളെ പഠിപ്പിക്കൂ. ദുറൂസസ്വിദിക്ക് വൽ അമാനത്തി,
വൽ ഖുലുഖിൽ ഹസനത്തി. എന്താണ് പഠിപ്പിക്കേണ്ടത്? സത്യസന്ധത, വിശ്വസ്തത, നല്ല സ്വഭാവം. ഇതൊക്കെ പെൺകുട്ടികളെ പഠിപ്പിക്കൂ. തഈഷുൽ ഫത്താത്തുൽ കരീമത്തി ലിവജ്ഹില്ലാഹി. നല്ല സ്ത്രീ, മാന്യയായ യുവതി ജീവിക്കുന്നത് അള്ളാഹുവിന് വേണ്ടിയിട്ടാണ്. വതബ്ഉദു അൻ കുല്ലി ശർറിൻ വ ഐബിൻ. എല്ലാ തിന്മകളിൽ നിന്നും അവർ അകന്നു നിൽക്കുകയും ചെയ്യുന്നു. അർ റജുലുൽ കരീമു. മാന്യനായ പുരുഷൻ എന്ന് പറഞ്ഞാൽ യുക്രിമു സൗജത്തുഹു. അവളുടെ ഭാര്യ അവൻ ആദരിക്കും. വയദുല്ലാഹ തആല ലിഖൈരിഹ. അവളുടെ നന്മയ്ക്ക് വേണ്ടി അള്ളാഹുവിനോട് അയാൾ പ്രാർത്ഥിക്കുകയും ചെയ്യും. സതകൂനുൽ ഫത്താത്തു ഉമ്മൽ അത്. യുവതി നാളെയുടെ ഉമ്മയായി തീരുന്നതാണ്. വഹിയ അവൾ തുറബി അത്ഫാലഹ. അവളുടെ കുട്ടികളെ വളർത്തും. അലസീറത്തുൽ ഹസന. നല്ല വഴിയിലൂടെ വളർത്തും. അപ്പോൾ ഈ ഓരോ വരിയുടെയും ആശയം നിങ്ങൾ ഒരിക്കൽ കൂടി കേൾക്കുക, അർത്ഥം കേൾക്കുക, മനസ്സിലാക്കുക. എന്നിട്ട് പദ്യത്തിലെ വരിയുടെ നമ്പറാണ് നിങ്ങളിവിടെ ഇട്ടുകൊടുക്കേണ്ടത്. ഇനി അടുത്ത നോക്കാം. നുറാജു അൽ മല്ലൂമ വ നഖ്താറു. നമുക്ക് തിരഞ്ഞെടുക്കാം ഔസാഫൽ ഫത്താത്തി സ്വാലിഹ. സ്വാലിഹായ യുവതിയുടെ സിഫത്തുകൾ, വിശേഷണങ്ങൾ എന്തൊക്കെയാണ്? മിന തസ്വാരിഹി താലിയ വ നക്തുബ്. താഴെ കൊടുത്തിരിക്കുന്ന വിവരണങ്ങൾ നോക്കിയിട്ട് ഒരു നല്ല യുവതിക്ക് വേണ്ടുന്ന സിഫത്തുകൾ എന്തൊക്കെയാണ്? ആ വരിയാണ് നിങ്ങളിവിടെ കണ്ടെത്തേണ്ടത്. ഇവിടെ ശരിയാണെങ്കിൽ ശരിയിട്ട് കൊടുത്താൽ മതി, തെറ്റാണെങ്കിൽ തെറ്റിട്ട് കൊടുത്താൽ മതി. ജമാലുൽ ഫത്താത്തി സ്വാലിഹത്തു അൽ അഖ്ലാഖുൽ ഹസന. നല്ലൊരു യുവതിയുടെ ഭംഗി എന്ന് പറഞ്ഞാൽ എന്താണ്? അൽ അഖ്ലാഖുൽ ഹസന, നല്ല സ്വഭാവമാണ്. അടുത്തത് അൽ ഫത്താത്തു സ്വാലിഹത്തു തസുബുൽ വാലിദൈനി ദായിമൻ. നല്ല യുവതി എന്ന് പറഞ്ഞാൽ തസുബു, ചീത്ത വിളിക്കുന്നവളാണ്. അൽ വാലിദൈനി ദായിമൻ, മാതാപിതാക്കളെ എപ്പോഴും ചീത്ത പറയുന്നവളാണ് നല്ല യുവതി എന്ന് പറഞ്ഞാൽ. അൽ ഫത്താത്തു സ്വാലിഹത്തു, നല്ല യുവതി എന്ന് പറഞ്ഞാൽ ലാ തഖൂലു സ്വിദ്ക അബദൻ, ഒരിക്കലും സത്യം പറയുകയില്ല. അൽ ഫത്താത്തു സ്വാലിഹത്തു, നല്ല യുവതി എന്ന് പറഞ്ഞാൽ തഈഷു, ജീവിക്കുന്നു. ഫി ലില്ലി ശരീഅത്തി, ശരീഅത്തിന്റെ തണലിൽ, അള്ളാഹുവിന്റെ നിയമത്തിന്റെ തണലിലാണ് നല്ല യുവതി ജീവിക്കുന്നത്. അൽ ഫത്താത്തു സ്വാലിഹത്തു, നല്ല യുവതി സതകൂനു ഉമ്മൻ സ്വാലിഹത്തൻ അദൻ, നാളത്തെ നല്ലൊരു സ്വാലിഹായ ഉമ്മയായിട്ട് മാറുന്നു. അൽ ഫത്താത്തു സ്വാലിഹത്തു, നല്ല യുവതി എന്ന് പറഞ്ഞാൽ ലാ തുക്രിമു സൗജഹ, അവളുടെ ഭർത്താവിനെ ബഹുമാനിക്കുകയില്ല. ഫിൽ ഉസ്രത്തി, കുടുംബത്തിലും അതുപോലെ അവരുടെ ഭർത്താവിനെ ഒന്നും അവൾ എന്ത് ചെയ്യില്ല, ബഹുമാനിക്കുകയില്ല. അൽ ഫത്താത്തു സ്വാലിഹത്തു, നല്ല യുവതി എന്ന് പറഞ്ഞാൽ തഅരിഫു ഹുഖൂഖ അഹ്ലായിൽ ഉസ്ര, അവൾക്ക് തിരിച്ചറിയും എന്ത്? ഹുഖൂഖ, അവകാശങ്ങളെ കുറിച്ചിട്ട്. അഹ്ലായിൽ ഉസ്ര, കുടുംബത്തിലെ ഓരോ അംഗങ്ങളുടെയും അവകാശങ്ങളെ കുറിച്ച് അവൾക്ക് അറിയാൻ സാധിക്കും. അൽ ഫത്താത്തു സ്വാലിഹത്തു, നല്ല യുവതി എന്ന് പറഞ്ഞാൽ തത്റുഖു കുല്ലൽ ഹബായിസ്, എല്ലാ ചീത്ത കാര്യങ്ങളും ഉപേക്ഷിക്കുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ അർത്ഥം മനസ്സിലായല്ലോ. അപ്പോൾ ഇതിൽ നല്ല യുവതിക്ക് വേണ്ടുന്നത് എന്താണ്? ആ ഭാഗം ശരിയിടുക, തെറ്റാണ് എന്ന് തോന്നിയാൽ തെറ്റിട്ട് കൊടുക്കുക. അടുത്തത് കവിയെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. നഖ്റഉ തർജുമത്തു ഷായിർ, നമ്മുടെ കവിയുടെ ജീവചരിത്രമാണ് ഇവിടെ പഠിക്കുന്നത്. അഷായർ, കവി, അദ്ദക്തൂർ, ഡോക്ടർ മുഹമ്മദ് ബിൻ സഅദ് ദബൽ, അതാണ് നമ്മുടെ കവിയുടെ പേര്. വുലിദ, അവർ ജനിച്ചു. ബിൽ ഹരീഖ് എന്ന് പറയുന്ന സ്ഥലത്താണ് ജനിച്ചത്. ഫി മംലക്കത്തുൽ അറബിയത്ത് സുഊദിയ, സൗദി അറേബ്യയിലാണ് ജനിച്ചത്. 1944 ജനിച്ചത്. ദറസ, പഠിച്ചു. ഫി ജാമിയത്തുൽ ഇമാം മുഹമ്മദ് ബിൻ സുഊദുൽ ഇസ്ലാമിയ, ഇപ്പോൾ മുഹമ്മദ് ബിൻ സുഊദുൽ ഇസ്ലാമിയ എന്ന സർവകലാശാലയിലാണ്, സർവകലാശാലയിലാണ് ഇവർ പഠിച്ചത്. ഹസ്വല അല, കരസ്ഥമാക്കി. അദ്ദക്തൂറ, ഡോക്ടറേറ്റ് കരസ്ഥമാക്കി. ഫിൽ ബലാഗ വൻ നഖദ്, ഫിൽ ബലാഗ അലങ്കാര ശാസ്ത്രം, വൻ നഖദ് നിരൂപണ ശാസ്ത്രം. 2 വിഷയങ്ങളാണിത്. ഈ വിഷയങ്ങളിൽ പഠിച്ചിട്ട് അവർ ഡോക്ടറേറ്റ് നേടുന്നതാണ്. ഡോക്ടർ എന്ന് പറഞ്ഞാൽ രോഗികളെ പരിശോധിക്കുന്ന ഡോക്ടറല്ല,
ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് അഗാധമായ പഠനം നടത്തിയാൽ അവർക്ക് ഡോക്ടറേറ്റ് കൊടുത്ത് ആദരിക്കുന്നതാണ്. അങ്ങനെ കിട്ടിയ ഡോക്ടറാണ്, ആ ഡോക്ടറേറ്റാണ് ഇവിടെ പറയുന്നത്. കാന ഷായിറു, ഇദ്ദേഹം ആയിരുന്നു, ഈ കവിയായിരുന്നു, മുഹാദിറൻ ബി ജാമിയത്തുൽ ഇമാം മുഹമ്മദ് ബിൻ സഊദ് ഇസ്ലാമിയ. മുഹാദിറൻ ലെക്ചറർ ആയിരുന്നു, അധ്യാപകനായിരുന്നു. കോളേജിലൊക്കെ എത്തിയാൽ പഠിപ്പിക്കുമ്പോൾ അവരെ ലെക്ചർ എന്നാണ് വിളിക്കുക. അപ്പം ഇദ്ദേഹം ബി ജാമിയത്തുൽ ഇമാം മുഹമ്മദ് ബിൻ സഊദ് ഇസ്ലാമിയ അല്ലെ, ഇമാം മുഹമ്മദ് ബിൻ സഊദ് ഇസ്ലാമിയ എന്ന സർവകലാശാലയിലെ ലെക്ചറർ ആയിരുന്നു നമ്മുടെ ഈ കവി. വമിൻ ദവാനിഹി അശ്ഇരിയ, അദ്ദേഹത്തിൻ്റെ ദീവാൻ എന്ന് പറഞ്ഞാൽ കവിതാ സമാഹാരം, ധാരാളം കവിതകൾ അടങ്ങിയ ഒരു സമാഹാരം, അതാണ് അതിൻ്റെ പേരാണ് അൽ ഇസ്ലാമിയാത്ത് എന്നാണ് ഇദ്ദേഹത്തിൻ്റെ ദീവാന്റെ പേര്. വ ഹവാത്തിറു ഷായിർ, അതുപോലെ ഹവാത്തിറു ഷായിർ എന്നും ഇദ്ദേഹത്തിൻ്റെ ദീവാന്റെ പേരാണ്. ഇദ്ദേഹം മരിച്ചു തുവഫി, ഇദ്ദേഹം മരിച്ചത് എപ്പോഴാണ്? 13/1/2013 ഇദ്ദേഹം മരിച്ചത്. അപ്പോൾ ഇത് നിങ്ങൾ ഒരിക്കൽ കൂടി വായിച്ച് മനസ്സിലാക്കുക. ഇതോടുകൂടി നമ്മുടെ ഈ യൂണിറ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് ബാക്കി അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. നഹ്നു നൽഖാ ബാദ് ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.